അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. എല്ലാവർക്കും ഏകദേശം അറിയാവുന്ന റെസിപ്പിയാണ്, എങ്കിലും ഞാനൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടാതിന് ശേഷം 1/2 ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിക്കുക. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉഴുന്നും കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു പകുതി വലിയുള്ളി അരിഞ്ഞത് ചേർക്കുക, പിന്നെ കുറച്ച് കറിവേപ്പില ചേർക്കുക, പിന്നെ ഒരു ക്യാരറ്റ് അരിഞ്ഞതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് അത്യാവശ്യം ഒന്ന് വെന്തതിന് ശേഷം നമുക്കിതിലേക്ക് റവ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടിയും ചേർത്ത് കൊടുക്കണേ. അപ്പോൾ അത് ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇത് അത്യാവശ്യം ഒന്ന് വറന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ എത്രയാണോ റവ എടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയായിട്ടാണ് കേട്ടോ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് റവ ആയതുകൊണ്ട് 1 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഉപ്പൊക്കെ ചേർത്തതിന് ശേഷം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വേവും, പെട്ടെന്ന് തന്നെ നമുക്ക് കഴിക്കാനും പറ്റിയൊരു അടിപൊളി ആയിട്ടാണ്. ഇപ്പം ഏകദേശം നമ്മൾ ഉപ്പുമാവൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. ഇങ്ങനെ ഒരു പശ പോലാണ് കാണുമ്പോൾ ഉണ്ടാവുക, പക്ഷേ ഇത് ചൂടാറുമ്പോൾ നന്നായിട്ട് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. നമ്മളെ പാത്രത്തിൽ നിന്നൊക്കെ ഏകദേശം ഇങ്ങനെ വിട്ട് വരുന്ന ആ ഒരു സമയമാകുമ്പോൾ ഏകദേശം നമ്മളെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. അപ്പം എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഓക്കെ, ബൈ.